സൗദി കിരീടാവകാശിയും ഫലസ്തീൻ വൈസ് പ്രസിഡന്റ് ഹുസൈൻ അൽ ഷെയ്ഖും റിയാദിൽ കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭാ സമ്മേളനം സെപ്റ്റംബർ 22-ന് ചേരുന്നതിന് മുന്നോടിയായാണ് കൂടിക്കാഴ്ച. ബെൽജിയവും ഫ്രാൻസും ഉൾപ്പെടെ 10 രാഷ്ട്രങ്ങൾ ഈ സമ്മേളനത്തിൽ ഫലസ്തീനെ രാഷ്ട്രമായി പ്രഖ്യാപിക്കും. ഫലസ്തീൻ വൈസ് പ്രസിഡന്റ് ഹുസൈൻ അൽ ഷെയ്ഖ് കഴിഞ്ഞ ദിവസമാണ് റിയാദിലെത്തിയത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഗസ ദ്വിരാഷ്ട്ര ഫോർമുല വിഷയങ്ങൾ ഇദ്ദേഹവുമായി ചർച്ച നടത്തി. ഈ മാസം നടക്കുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനത്തിന് മുന്നോടിയായിട്ടായിരുന്നു കൂടിക്കാഴ്ച. ഫലസ്തീന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ US നടപടി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കും താൽപര്യങ്ങൾക്കും വേണ്ടിയുള്ള ശ്രമങ്ങൾ ചർച്ചയായെന്ന് ഫലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ മാസം അവസാനം നടക്കുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ ഉൾപ്പെടെ കുറഞ്ഞത് 10 രാജ്യങ്ങൾ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തിന് ശേഷമുള്ള ലോകരാഷ്ട്രങ്ങളുടെ നിർണായക പ്രഖ്യാപനമായിരിക്കും ഇത്. സൗദി നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രങ്ങളെ ഇതിന് പ്രേരിപ്പിച്ച കാര്യം സൗദി കിരീടാവകാശി ചൂണ്ടിക്കാട്ടി. ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്ക് കയ്യേറ്റം, ഗസയിൽ അടിയന്തര വെടിനിർത്തൽ, മാനുഷിക സഹായങ്ങൾ വർദ്ധിപ്പിക്കൽ, ഗസയെ ഫലസ്തീൻ പരമാധികാരത്തിന് കീഴിൽ വെസ്റ്റ് ബാങ്കുമായി ബന്ധിപ്പിക്കൽ, മെഡിറ്ററേനിയൻ തീരത്ത് നിന്നും ഇസ്രായേലിന്റെ പൂർണ്ണ പിന്മാറ്റം എന്നിവയും ചർച്ചയായി. ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനും കിഴക്കൻ ജെറുസലേം ആസ്ഥാനമായുള്ള സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാനും ഇരുവരും തീരുമാനിച്ചു. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.